എത്രയെങ്കിലും വോട്ടിന് പൂജ്യത്തിൽ വിജയിച്ച് വന്നതാണ്. അത് നല്ലൊരു കാര്യമല്ലേ? അത് കളഞ്ഞിട്ട് പോയതല്ല. അപ്പം നമ്മളത് ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് അത് നടന്നിരിക്കും. ഞങ്ങൾക്ക് എന്ത് ഒരു ഇതുണ്ടെങ്കിലും അവരാണ് ഒരു ഹെൽപ്പായിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പം അവരാണ് വലുത്, ഞാനാണ് വലുത്. അപ്പം ആ ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് ആൾക്കാരില്ല. ഇപ്പോഴത്തെ നിലപാട് വെച്ച് ഇവരിപ്പോൾ കൗൺസിലർ കൂടുതൽ ഇവർ കൊണ്ടുപോകും. അതുകൊണ്ട് മിക്കവാറും ഇവരെ തമ്മിൽ മുരളിയും ശ്രീലേഖായിട്ടുള്ള മത്സരമായിരിക്കും. ഇതാ പിടിക്കുക ഇതാ വരണമെന്നും പറഞ്ഞ് ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തുച്ഛമായ ദിവസം കൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും. ശ്രീലേഖ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല. ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ടുള്ള ഒരാളാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ശക്തരായ പോരാളികൾ ആണ് ഇവിടെ ഇത്തവണ മത്സരിക്കുന്നത്. അതായത് ഇപ്പോൾ MLAയും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സമ്മതനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രിയങ്കരനെന്നൊക്കെയായ നമ്മുടെ VK പ്രശാന്ത് ഇടതുപക്ഷത്തിനായും മുൻ MLAയും മുൻ KPCC പ്രസിഡൻറ്റുമായ ശ്രീ K മുരളീധരനാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. NDAയ്ക്ക് അതായത് BJPക്ക് വേണ്ടി ശ്രീരേഖ IPS DGPയും കൗൺസിലറും ഒക്കെ ആയ ശ്രീരേഖ മേഡമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വട്ടിയൂർക്കാവ് മണ്ഡലം വളരെയേറെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഈ ത്രികോണ മത്സരത്തിൽ, ഈ ത്രികോണ പോരിൽ ശക്തരായ പോരാളികൾ തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ആർക്കൊപ്പം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ ഇത്തവണ വിജയം ആർക്കൊപ്പം എന്നുള്ളത് നമുക്ക് ഇവിടത്തുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായിരിക്കും അവർ പറയുന്നത്, അവരുടെ ഒരു എന്തായിരിക്കും അവർ പറയുന്നതനുസരിച്ച് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്കത് മനസ്സിലാക്കാം ആർക്കൊപ്പമായിരിക്കും ജനങ്ങളെന്നുള്ളത്. എന്തായാലും നമുക്കത് കേട്ടു നോക്കാം എന്താണ് ആരാണെന്നുള്ളത്. ഇതനുസരിച്ച് മുരളിക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. മുരളീധരനാണുള്ളത്. അല്ല, പലരും പറയുന്നുണ്ട് പഴയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ. അതെ, പ്രശാന്തനും മോശമല്ല. മൂന്നുപേരും ശക്തരായ എതിരാളികളാണ്, പോരാളികളാണ് മൂന്നുപേരും. അതെ, പക്ഷേ ശ്രീരേഖ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല. ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ടുള്ള ഒരാളാണ്. അവർക്ക് അത്ര വലിയ ഒരു ഇതൊന്നുമില്ല. പെട്ടെന്ന് വന്ന ഒരു ഇതിൽ വരുമ്പോൾ ആളുകൾക്ക് അറിമുഖം ചെയ്യുന്നത് ഒരു പ്രയാസം. തീർച്ചയായിട്ടും. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ മുരളി ഇവിടെ ഇരുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ വിട്ടുപോയതാണ് വട്ടിയൂർക്കാവ്. അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ വീട് ചെയ്യുന്നത് കൊടുക്കാനുള്ളതാണ്. ആ ഭാഗത്തെല്ലാം റോഡുകളൊക്കെ പുള്ളിയുടെ സ്വന്തം പൈസ കൊണ്ട് പറഞ്ഞതാണ്. 25 ലക്ഷം ഫണ്ടിട്ട് ആള് പോകാൻ പറ്റൂല. അത് നല്ലവണ്ണം കോൺക്രീറ്റ് ഇട്ട് നല്ല റോഡായി. ഇപ്പൊ എന്റെ വീട്ടിൽ വണ്ടി പോകണമെങ്കിൽ കാർ പോകണമെങ്കിൽ ആ ഇതിൽ കൂടിയാണ് പോലെ. ഒരു അനക്കം പോലും 5-6 വർഷമായി പൊട്ടിട്ടില്ല. നല്ല പണി ചെയ്യും. ഇപ്പോൾ അതെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് വിട്ടുപോയതിന്റെ ആ ഒരു ചെറിയ അതേ മാത്രമുണ്ട്. അല്ലെങ്കിൽ നല്ല ഇതാണ്, ജനങ്ങൾക്കെല്ലാം നല്ല. പിന്നെ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് ആൾക്കാരില്ല. അതാണ് ഒരു ചെറിയ ഒരാൾ പോലും എൻ്റെ അറിവിൽ. എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചുമ്മാ വോട്ട് മാത്രം ചോദിക്കാൻ വന്നതാണ്. പണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അത് ഇവിടെ വന്ന് വല്ലപ്പോഴും ജനങ്ങളെ കാണണം, അവരോട് സംസാരിക്കണം, അവർക്ക് എന്തെല്ലാം കുറ്റവാളി ഉണ്ടെന്ന് അറിയണം. ഇപ്പം ആരും ഇല്ല. അതെ, ഇപ്പം വോട്ട് വന്ന് ചോദിച്ചാൽ ആരും തരും. ഓടി വന്ന് ഒരു വോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കൂല. പക്ഷെ നിലവിലെ MLA ആയ VK പ്രശാന്തിന് ഒരുപാട് ജനപിന്തുണ ഉണ്ടെന്നാണ് പറയുന്നത്. അറിയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ ആരോപണങ്ങളും പറയുന്നുണ്ട്. അപ്പം അത് കാരണം കടുത്ത പോരാട്ടമാണ്. മൂന്നുപേരും മോശമില്ല. സാധ്യത മുരളീധരനാണ് അല്ലേ? എനിക്ക് തോന്നുന്നത് പ്രശാന്തിനൊപ്പം ഇങ്ങോട്ട് നീങ്ങുന്നതല്ല. കാരണം ഇപ്പൊ ചോദിച്ച 1-2 പേര് പറയുന്നത് മുരളീധരനായിരിക്കും ചാൻസ് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. കാരണം ഒരിക്കൽ വിട്ടുപോയ ഒരാളാണ് വട്ടിയൂർക്കാവിനെ. മുരളീധരൻ ജയിച്ചു വന്ന് കോൺഗ്രസിന് അധികാരം കിട്ടിയ ക്യാബിനറ്റിൽ നല്ലൊരു പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? അതെ, അങ്ങനെ വരുമ്പോൾ മുരളീധരനെ അവർ തന്നെ തോപ്പിക്കും. അത് ശരി. അപ്പൊ ഇടതുപക്ഷത്തിനാണ് ഇവിടെ സാധ്യത, മുൻതൂക്കമുള്ളത്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇല്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ അവരതുപോലെയാണ് എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അപ്പൊ ആർക്കാണ് വിജയസാധ്യത എന്ന് പറയാൻ പറ്റുന്നില്ല. എങ്ങനെ എല്ലാവരും ഇങ്ങനെ തുല്യമായിട്ട് നിൽക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് വട്ടിയൂർക്കാവ്
ഉപേക്ഷിച്ച് പോയെന്ന് പറയാൻ പറ്റില്ല, വിട്ടുപോയ ഒരാളും മുരളീധരൻ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു ജനപിന്തുണയ്ക്ക് ഒരു ചെറിയൊരു മങ്ങലുണ്ടോ എന്നുള്ളതാണ്. അത് വന്നിട്ട് അത് ചിലപ്പോൾ അതിൽ മാറ്റം വരുമെന്നാണ് തോന്നുന്നത്. പക്ഷെ നിലവിലുള്ള MLA VK പ്രശാന്തിന് ഒരുപാട് ഡൗൺ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നും പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ഒരു ചെറിയ വിജയ സാധ്യത ആർക്കും നമുക്ക് പറയാൻ പറ്റൂല. എല്ലാവരും രണ്ടുപേരും തുല്യമായിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും പരസ്പരം ഉള്ളൊരു ചാൻസ്. എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം നല്ലത് വേണ്ടി ചെയ്യാൻ വേണ്ടി. ശ്രീരംഗ മേഡത്തിന് ഇവിടെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്, അത്രക്കില്ല അല്ലേ? അത്രക്കില്ലാണ്. വിജയ സാധ്യത ആർക്കെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റൂല. എല്ലാവരും തുല്യമായിട്ട് കടംപിടി പിടിച്ചോണ്ടിരിക്കുകയാണ്. മുരളിക്കൊപ്പം അതെന്താ അങ്ങനെ പറയാൻ കാരണം? മാറ്റമുണ്ട്. കാരണം ഒരിക്കൽ വട്ടിയൂർക്കാവ് വിട്ട് പോയ ഒരാളായതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മുരളി നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളാണ് അല്ലേ? അല്ല, VK പ്രശാന്തിനും ആര് വന്നാലും നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം, അത് വേറെ. എന്നാലും ആരായിരിക്കും എന്നുള്ളതാണ്. മുരളി വരണമെന്നുള്ളതാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് വരട്ടെ. ഉറപ്പാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്. ജനങ്ങൾ പറയുന്നതാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ അവരാർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. ഇപ്പം ചേട്ട ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആർക്കായിരിക്കും വോട്ടെന്നുള്ളത്. അപ്പോൾ അടുത്ത കോൺഗ്രസ് വരട്ടെ എന്നുള്ളതാണ്. മുരളീധരനും വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ ഒരു പോരാട്ടം നടക്കും അല്ലേ? താമരയ്ക്കോ? അതെന്താ ഏട്ടാ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വന്നത്? എല്ലായിടത്തും ഇപ്പൊ ട്രെൻഡ് അതാണ്. അതുകൊണ്ട് ഇവിടെയും താമര വിരിയോ എന്നുള്ളതാണ് അല്ലേ? BJP തന്നെ. എന്തുകൊണ്ടായിട്ടാ അങ്ങനെ പറയാനായിട്ട്? അങ്ങനെ വരുമെന്നാണ് തോന്നണം. ആണോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നുന്നുണ്ട്? കാരണം ഗ്രൗണ്ട് സപ്പോർട്ട് ഒരുപാട് VK പ്രശാന്തിനും അല്ലെങ്കിൽ നമ്മുടെ K മുരളീധരനും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ശ്രീരേഖയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലപാട് വെച്ച് ഇവരിപ്പോൾ കൗൺസിലർ കൂടുതൽ ഇവർക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് മിക്കവാറും ഇവരെ തമ്മിൽ മുരളിയും ശ്രീലേഖായിട്ടുള്ള മത്സരമായിരിക്കും. അങ്ങനെയായിരിക്കും, അവർ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും. ജയം ആർക്കായിരിക്കും എന്നൊരു ചെറിയ പാർട്ടി ഉറപ്പില്ല. ഇല്ല, ശക്തമായ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് വട്ടിയൂർക്കാവില്. ജനങ്ങളും ആകെ കൺഫ്യൂഷനിലാണ് അല്ലേ? മുരളി ജയിക്കും. മുരളി എന്തുകൊണ്ടാണ്? ഇവിടെ 8 വർഷം MLA ആയിട്ടിരുന്നു. അതിൻ്റെ പ്രവർത്തനവും വികസനങ്ങളും അതെല്ലാം നല്ലൊരു കാര്യങ്ങളാണ്. നല്ല ആളുകളോട് പെരുമാറാനും ആരെയും ഒരു ഹെഡ് വെയിറ്റ് ഇല്ല. ആര് പോയി എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. സാധിച്ചു തരുന്നത് എങ്ങനെ? നമ്മൾ ആവശ്യങ്ങൾ നടക്കുമെങ്കിൽ അത് കൃത്യമായി നടത്തിത്തരും. അപ്പോൾ ഒരു ഓഫീസിൽ പോയി കത്ത് തരുവേ, ആ കത്ത് തരും. എന്നുവെച്ചാൽ അവിടെ കത്ത് കൊണ്ടുപോയിട്ട് വലിച്ചു കളയില്ലായിരുന്നു. അത് വായിച്ച് നോക്കി നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ നടപടി എടുക്കും. അങ്ങനെയുള്ള പലരും ഗ്രൗണ്ട് സപ്പോർട്ട് ശ്രീരേഖയ്ക്കും VKയ്ക്കും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ലോക്കൽ പേജുകളാണ്. ഈ ഹൈ ടോപ്പ് പോകുമ്പോൾ അത് മുരളിക്കാണത്. മുരളീധരൻ തന്നെയാണ്. പിന്നെ ഒരു സമയത്ത് വട്ടിയൂർക്കാവ് വിട്ടുപോയ ഒരാളായതുകൊണ്ട് എന്തെങ്കിലും അത് വിട്ടുപോയെന്ന് വെച്ചാൽ അത് വേറൊരു രീതിയിൽ പോയ പാർലമെന്റ് ഇലക്ഷനിൽ ആ വടകര മണ്ഡലം പിടിച്ചെടുക്കാനാണ്. പുള്ളി പോയതിനു ശേഷം അവിടെ എത്രയെങ്കിലും വോട്ടിന് പൂജ്യത്തിൽ വിജയിച്ച് വന്നതാണ്. അത് നല്ലൊരു കാര്യമല്ലേ? അത് കളഞ്ഞിട്ട് പോയതല്ല. ഒരിക്കലും അത് കഴിഞ്ഞ് നേമത്ത് വന്ന് പറ്റില്ല. അത് കഴിഞ്ഞ് നേമത്ത് വന്ന് അവിടെ മത്സരത്തിൽ 32,000 34 വോട്ടിനകത്ത് ലീഡ് അവിടെ പിടിച്ചു കഴിഞ്ഞു. അതെ. അപ്പൊ എന്തായാലും വട്ടിയൂർക്കാവ് ജനങ്ങൾ ഒരിക്കലും മുരളി തന്നെ കൈവിടില്ല എന്നുള്ളത്. കൈവിടില്ല, ഒരിക്കലും ഇല്ല. അത് അങ്ങനെയാണ്. നമ്മളത് ഒരാളെ കൊണ്ടുവന്ന് നിങ്ങൾ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് അത് നടന്നിരിക്കും. ഒരു കത്ത് തന്ന് നമ്മൾ ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ കോളേജിൽ പോവുകയാണ്, സ്കൂളിൽ പോവുകയാണ്. പിന്നെ സാധിക്കണം അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കളയില്ല. പുള്ളി ഇവിടെ കാണാൻ്റെ മോനാണ്, ഇവിടെയാണ് താമസമായിരുന്നത്. അതങ്ങനെ ഒഴിഞ്ഞു വെച്ചതല്ല. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മളെ MLA ഹോസ്റ്റലില് വന്ന് നിൽക്കുമ്പോൾ പുള്ളി ആദ്യം വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പുള്ളി അങ്ങനെ വട്ടിയൂർക്കാവെന്നല്ല. നമ്മളിപ്പോൾ ഒരു പാർട്ടി ബേസിൽ വെച്ച് ഞാൻ ഒരു അങ്ങനെ രാഷ്ട്രീയത്തിലൊന്നും ഉള്ള പഞ്ചായത്തിൽ ഞാൻ LDFന് വോട്ട് ചെയ്തവനാണ്. ആര് നല്ലത് ചെയ്യുന്നു അവരെ നല്ലത് ചെയ്യുന്നു, അതൊരു നല്ലതാണ്. നമ്മളൊരു ഒരു ആവശ്യം ചെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവമാണ്. ഇത് മുരളിയിലെ ഒരു വീറ്റോ പവർ കൊണ്ട് ജയിക്കണം. ജയിച്ചാൽ നാട്ടിനും ആളുകൾക്കും പാവപ്പെട്ടവർക്കും ഉപയോഗമുണ്ടോ ചെന്ന് പോയി അങ്ങ് പോയി നീ എവിടെ ഏത് പാർട്ടിയിലാണെന്ന് കേൾക്കില്ല. ഒരു മന്ത്രിയെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കൃത്യമായി മന്ത്രിയെ കിട്ടുമെന്ന് അതൊക്കെ അവരെ പേഴ്സണാലിറ്റി ജയിക്കട്ടെ, MLA ആവട്ടെ. നമുക്ക് പോയി മന്ത്രിയൊക്കെ അവരെ വീറ്റോ പവറാണ്. നമുക്ക് MLA
നമ്മളെ കാര്യങ്ങൾ സാധിക്കണം. പാവപ്പെട്ടവന് പോയി എന്തെങ്കിലും ചെയ്യുന്ന അതൊരു നേട്ടമാണത്. അപ്പം മന്ത്രിയൊക്കെ രണ്ടാമതല്ല, അത് നമുക്ക് വിഷയമല്ല. അപ്പം മന്ത്രി എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കുടുംബത്തിനും കൊള്ളാം, നമ്മക്കല്ല. അവർക്ക് ഒരു ഹെഡ് വീറ്റ്, അവർക്ക് വീറ്റ് വരും. 101% മുരളീധരൻ ജയിപ്പിക്കണം. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളെല്ലാവരും ഒന്ന് നമ്മളെ അറിവിൽ ഉള്ളവരെ എല്ലാവരെയും അങ്ങ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യിപ്പിക്കണം. അതിൻ്റെ തീരുമാനത്തിലാണ് ജയിക്കും. ഓക്കെ 90% പ്രശാന്ത് തന്നെയാണ്. അതെ, കാരണം ചെന്നാ ഞാനിവിടെ വന്നിട്ട് 40, 42, 44 കൊല്ലം വരെ ആയി. ഇതാ പിടിക്കുക, ഇതാ വരണമെന്നും പറഞ്ഞ് ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തുച്ഛമായ ദിവസം കൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തല്ല കൊള്ളാം. അപ്പോൾ അതുകൊണ്ടാണുള്ള ഒരു ഇതാണ് പരിപാലനം. ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. തീർച്ചയായിട്ടും. നമുക്ക് കാണാം കുറച്ച് ദിവസത്തിനുള്ളിൽ കാണാം. അതെ, കറക്റ്റ്. അതെ, ഓക്കെ. ഇങ്ങനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വട്ടിയൂർക്കാവ്, ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതാണ്? ശ്രീലേഖ മേഡത്തിനൊപ്പമായിരിക്കും. അതെന്താ അങ്ങനെ? ഞങ്ങൾക്ക് എന്ത് ഒരു ഇതുണ്ടെങ്കിലും അവരാണ് ഒരു ഹെൽപ്പായിട്ടുള്ളത്. അല്ല, കാര്യം ചെന്ന് പറഞ്ഞാൽ അവർ ആ പാർട്ടിക്കാർ നമുക്ക് സാധിച്ചു തരാറുണ്ട്. അല്ല, പലരും BKക്കും അല്ലെങ്കിൽ മുരളീധരൻ വർഷങ്ങളായിട്ട് ഇവിടെ MLA ആയിരുന്നതാണ്. ഞാൻ വർഷങ്ങളുണ്ട് ഇതാണ്. ഞാൻ വോട്ടിടാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്കിപ്പോൾ 42 വയസ്സായി. അതുവരെ ഞാൻ BJPക്കാണ് വോട്ടിടുന്നത്. അങ്ങനെ അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ 10 വർഷം കണ്ടില്ലേ, ഇതെല്ലാം ഒന്ന് മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭരിക്കണമെന്നുള്ള ഒരു തീർച്ചയായിട്ടും ഉണ്ട്. അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അറിയാം, ഞാനൊരു BLO ആണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം പാടില്ലെന്നുമുണ്ട്. പക്ഷേ എങ്കിലും ഓരോരുത്തരും ഓരോ രീതിയാണ്. കാരണം നമുക്കതുകൊണ്ട് ആര് ജയിക്കുന്നു ഞാൻ എല്ലാവർക്കും ഒരു ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അല്ല, എല്ലാവരും ശക്തരായ പോരാളികളാണ്. അതാണ് കാരണം എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പം അവരാണ് വലുത്, ഞാനാണ് വലുത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് ആരാണെന്നൊന്നും പറയാൻ അല്ല. അല്ലെങ്കിലും കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മണ്ഡലം വെച്ച് നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് മണ്ഡലം വളരെ ശ്രദ്ധേയവും തീപ്പാർന്ന പോരാട്ടവുമാണ് ഇവിടെ. ഒന്നാമത്തെ റോഡ് വികസനം ഇപ്പം നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് എല്ലാവരും. അതെ, നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറഞ്ഞത് എല്ലാം ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണ്. എന്തായാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഒരാൾ വരട്ടെ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. തീർച്ചയായും.